അസ്സലാമു അലൈക്കും. ആഗോള മുസ്ലിം സമ്മേളനമായ പരിശുദ്ധ ഹജ്ജ് കർമ്മം വളരെ മാതൃകാപരമായി പൂർത്തീകരിച്ചു. സർവശക്തന് സർവസ്തുതിയും. ഹജ്ജിന്റെ മാനവികതയും ഹജ്ജ് നൽകുന്ന സന്ദേശവും ഒരു പുനർവായനയ്ക്ക് വിഷയമാകുകയാണ്. സിറ്റി ഫ്ലവർ പ്രവാസജാലകം 195 അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. 20 ലക്ഷത്തിലധികം വിശ്വാസികളിൽ നിന്നും ഉയർന്നു കേട്ട ആ മുദ്രാവാക്യത്തിന്റെ പൊരുൾ തേടി ഫ്രണ്ട്സ് ക്രിയേഷൻസ് യാത്രയാവുന്നു. കവർ സ്റ്റോറി: ഹജ്ജിന്റെ മാനവികത. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജ് കർമ്മത്തിന് പരിസമാപ്തിയായി. 20 ലക്ഷത്തിലധികം പേർ ഏറ്റവും സുരക്ഷിതമായ ഹജ്ജ് നിർവഹിച്ച് അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എത്ര മഹത്തരമാണെന്ന് ഈ ഹജ്ജ് കർമ്മത്തിന് സാക്ഷിയാവുന്നവർക്ക് ബോധ്യമാവുന്നു. മാനവികമായ ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഓരോ കർമ്മങ്ങളും ഈ ലോക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലേക്കും ഒരു മുതൽക്കൂട്ടായി മാറുന്നു. إن الحمد والنعمة لك والملك لا شريك لك. നൂറുകണക്കിന് രാജ്യങ്ങളിൽ നിന്നും വന്നെത്തിയ 20 ലക്ഷത്തിലധികം വിശ്വാസികളിൽ പണക്കാരും പാവപ്പെട്ടവരും കറുത്തവരും വെളുത്തവരും വിദ്യാഭ്യാസമുള്ളവരും നിരക്ഷരരും എല്ലാവരും 2 കഷ്ണം വെള്ളത്തുണികൾ കൊണ്ട് പുതച്ചുമൂടി ഏറെ വിനയാന്വിതരായി ആർദ്രമായ മനസ്സുകളോടെ ദൈവസാമീപ്യത്തിനായി ഭയഭക്തി ബഹുമാനങ്ങളോടെ 5 മഹത്തായ ദിനങ്ങളിൽ വിശുദ്ധ നഗരങ്ങളിലൂടെ യാത്രയാവുന്നത് നാം നോക്കിക്കാണുകയാണ്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾക്കും 1000 അർത്ഥങ്ങളുണ്ട്. മതത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന തിരുഗേഹങ്ങളെ പരിപാലിക്കുന്ന ഒരു ഭരണകൂടം സുരക്ഷിതമായി ഹജ്ജ് പൂർത്തിയാക്കുന്നതിനായി മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ പാലിക്കുമ്പോൾ ഭരണകൂടത്തെ അനുസരിക്കേണ്ടത് ഒരു മുസൽമാന്റെ ബാധ്യതയായി നാം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അനധികൃതമായി ഹജ്ജ് നിർവഹിക്കുന്നത് തെറ്റാണെന്ന ബോധം ഓരോ വിശ്വാസിയിലും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. മഹത്തായ ഈ ഹജ്ജ് കർമ്മവും കച്ചവടമാക്കി മാറ്റി വ്യാജ തസ്രീഹുമായി ആയിരങ്ങൾക്ക് ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കുവാൻ അവസരം നിഷേധിച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. 7 പ്രാവശ്യം കഅബയെ പ്രദക്ഷിണം ചെയ്യുന്ന തവാഫും സഫ മക്ക മലകൾക്കിടയിലൂടെയുള്ള സഅയും ഐക്യത്തിന്റെയും സഹനത്തിന്റെയും ചരിത്രസ്മൃതികളുടെയും വിമോചനത്തിന്റെയും പാഠങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. ചരിത്രത്തിൽ ഏറ്റവും വലിയ വിപ്ലവകാരി പ്രവാചകൻ ഇബ്രാഹിം പ്രിയപത്നി ഹാജറെ ദൈവകൽപ്പനയനുസരിച്ച് മരുഭൂമിയിൽ ഉപേക്ഷിച്ച കഥകളെല്ലാം തന്നെ നമുക്ക് സമ്മാനിക്കുന്നത് ദൈവമാർഗത്തിൽ ത്യാഗം ചെയ്യുവാനുള്ള സന്നദ്ധതയാണ്. ഹാജറ വെളുത്തു സുന്ദരിയായ സ്ത്രീയായിരുന്നില്ല. അടിമവംശത്തിൽ നിന്ന് വന്ന കറുത്ത വർഗത്തിൽപ്പെട്ട വെറുമൊരു സാധുശ്രീ. ഇസ്ലാം മുന്നോട്ട് വെച്ച പ്രവാചകരെല്ലാം തന്നെ പാവപ്പെട്ടവരുടെ പ്രതീതികളായിരുന്നു. അതേ സമൂഹം എപ്പോഴാണോ പ്രമാണിമാരെയും കൊള്ളപ്പലിശക്കാരെയും കള്ളക്കടത്തുകാരെയും നേതാക്കളായി വാഴിക്കാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ ഈ സമൂഹത്തിന്റെ കഷ്ടകാലവും തുടങ്ങിക്കഴിഞ്ഞു. മിന, മുസ്തലിഫ, അറഫ ഓരോ കർമ്മങ്ങളും നമ്മെ ചരിത്രത്തോട് അടുപ്പിക്കുന്നു. എല്ലാ കർമ്മങ്ങളും നമ്മുടെ മനസ്സുകളെ വിമലീകരിക്കുന്നു. സാത്താന്റെ പ്രതീകങ്ങൾക്ക് നേരെ കല്ലെറിയുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ തന്നെ കൂടുകൂട്ടിയിരിക്കുന്ന നികൃഷ്ട ചിന്തകൾക്കെതിരെയാണ് നാം പോരാടുന്നത്. സാത്താൻ മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ ചീത്തപ്രവർത്തനങ്ങൾ തന്നെയാണ്. അറഫയിലെ പ്രാർത്ഥനാനിരതമായ മനസ്സുകൾ എല്ലാ പാപങ്ങളും ഏറ്റുപറയുന്ന നിഷ്കളങ്കരായ വിനീത ദാസന്മാരാണ്.
അറഫയാണ് ഹജ്ജ്. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ലെന്നും ഇതര സമൂഹങ്ങളോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറണമെന്നും അറഫ മൈതാനിൽ വെച്ച് സൗദി ഗ്രാൻഡ് മുഫ്തി ആലു ഷെയ്ഖ് നൽകിയ ഉപദേശങ്ങൾ ലോക മുസ്ലിം ജനത നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ഇല്ല, ഇസ്ലാം മരിക്കുന്നില്ല. ഈ പ്രത്യയശാസ്ത്രം മുന്നേറുക തന്നെയാണ്. ലോക നാഗരികതയോടൊപ്പം പുതിയ ചിന്തകളും പങ്കുവെക്കലുകളും ലോകത്തിന് സമ്മാനിച്ചുകൊണ്ട് മഹത്തായ ഈ മുദ്രാവാക്യം മെല്ലെ മെല്ലെ ലോകം കീഴടക്കുക തന്നെ ചെയ്യും. നമുക്ക് കാത്തിരിക്കാം. You wish it. We have it. City Flower Department Stores. നൂതന സാങ്കേതികതയുടെ സഹായത്താൽ തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചതുകൊണ്ട് എന്റെ കുട്ടി ഇപ്പൊ സേഫാണ്. രോഗികൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം, അതാണ് ഞങ്ങളുടെ കരുത്ത്. സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ സംതൃപ്തി ഇനി നിങ്ങളുടെ കുടുംബങ്ങളിലും. സഫ മക്ക പോളിക്ലിനിക് ആൻഡ് ഫാമിലി ക്ലിനിക്, ഇഖാമ ബലദിയ മെഡിക്കൽ സെന്റർ, ബത്ത, റിയാദ്. ആതുര സേവനം 24 മണിക്കൂറും. അഭിമുഖം എന്ന സെഗ്മെന്റിൽ ഇന്ന് നമ്മുടെ അതിഥിയായി കടന്നുവരുന്ന പ്രമുഖ കഥാകൃത്ത് അശോകൻ ചെറുവിൽ. ഗൾഫിലെ പ്രമുഖ എഴുത്തുകാരൻ ജോസഫ് അതിരിങ്കൽ അദ്ദേഹവുമായി സംവാദിക്കുന്നു. കാണുക. പ്രവാസ് ജാലം പരിപാടിയിൽ ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി കടന്നു വരുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള കഥാകാരൻ ശ്രീ അശോകൻ ചെറുവിൽ. അദ്ദേഹത്തെ നമുക്ക് വേണ്ടി, പ്രവാസ ലോകത്തിന് വേണ്ടി, പ്രവാസി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹവുമായി മുഖാമുഖം നടത്തുന്നു ശ്രീ ജോസഫ് അതിരിങ്കൽ, പ്രവാസ ലോകത്തെ പ്രമുഖ കഥാകൃത്ത്. നമസ്കാരം. ആധുനികതയ്ക്ക് ശേഷം വന്ന പ്രമുഖ എഴുത്തുകാരനാണ് ശ്രീ അശോകൻ ചെറുവിൽ. നന്മയുടെ നിലാവെളിച്ചം അദ്ദേഹത്തിൻ്റെ എല്ലാ ചെറുകഥകളിലും, എല്ലാ ലേഖനങ്ങളിലും, എല്ലാ വരികളിലും നിറഞ്ഞു നിൽക്കുന്നു. സാഹിത്യ അക്കാദമി അവാർഡ്, ഇടശ്ശേരി പുരസ്കാരം, ചെറുകാട് അവാർഡ് തുടങ്ങി 13ഓളം പ്രമുഖ അവാർഡുകൾ, 15ഓളം പുസ്തകങ്ങൾ, സൗദി അറേബ്യയിലെ റിയാദിലെ കേളി സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന യുവജനോത്സവത്തിലെ മുഖ്യ അതിഥിയായിട്ടാണ് അദ്ദേഹം റിയാദിലെത്തിയിരിക്കുന്നത്. അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ എഴുത്ത് വിശേഷങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമസ്കാരം. ഏതാണ്ട് 29 ലക്ഷത്തോളം ഇന്ത്യക്കാർ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അതിൽ 12 ലക്ഷത്തിലധികം മലയാളികളാണ്. മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ആടുജീവിതം, ബെന്യാമിൻ്റെ ആടുജീവിതം, മുസാഫർ അഹമ്മദിൻ്റെ മരുഭൂമിയുടെ ആത്മകഥ, ഖദീജ മുംതാസിൻ്റെ ബർസ, അതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ബാബു ഭരദ്വാജിൻ്റെ പ്രവാസിയുടെ കുറിപ്പുകൾ, ഇത്തരം പുസ്തകങ്ങളിലെല്ലാം സൗദി അറേബ്യയും സൗദി അറേബ്യയിലെ ജീവിതവും വന്നിട്ടുണ്ട്. സാംസ്കാരികവും വാണിജ്യപരവുമായിട്ട് ഇന്ത്യയുമായി നൂറ്റാണ്ടുകളുടെ ബന്ധം. താങ്കളുടെ ആദ്യ സൗദി സന്ദർശനമാണ്. മറ്റു പല ഗൾഫ് രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും സൗദി അറേബ്യയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഒരു അനുഭവം ഒന്ന് നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? സൗദി അറേബ്യ തികച്ചും വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. അതായത് നമ്മുടെ പശ്ചിമേഷ്യ, ഈ ഗൾഫ് രാജ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ, മറ്റു ഞാൻ നേരത്തെ ജോസഫ് സൂചിപ്പിച്ച പോലെ ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലും പലവട്ടം പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ നിർഭാഗ്യവശാൽ ഇവിടേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്കറിയാമായിരുന്നു അവിടങ്ങളിൽ കണ്ട ലോകമല്ല, സൗദിക്ക് അതിൻ്റേതായിട്ടുള്ള വ്യക്തിത്വവും സംസ്കാരവും ഉണ്ട്. അതും അതിനനുസൃതമായൊരു പ്രവാസി ജീവിതമാണ് ഇവിടെ ഉള്ളതെന്നറിയാം. ഇവിടുത്തെ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ വലിയൊരു ജീവിതാനുഭവമാണ് അവർ നേടിക്കൊണ്ടിരിക്കുന്നത്. അത് സർഗാത്മകമായിട്ട് എത്ര കണ്ട് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ പലപ്പോഴും ഇത് നേരത്തെ ജോസഫ് സൂചിപ്പിച്ച പോലുള്ള ചില പുസ്തകങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ എഴുതാനും
എല്ലാ കാലഘട്ടത്തിലും പ്രവാസി ജീവിതം മലയാളത്തിലെ എഴുത്തിനെ വലുതായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യകാല എഴുത്തുകാരടക്കം നമ്മുടെ എഴുത്തിനെ തന്നെ നവീകരിക്കുന്നതിൽ, ഓരോ ഘട്ടത്തിലെയും എഴുത്തിനെ നവീകരിക്കുന്നതിൽ, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലെ എഴുത്ത്, കുമാരനാശാനൊക്കെ ബാംഗ്ലൂരിൽ പോയി പിന്നെ കൽക്കത്തയിൽ പോയി ഒക്കെ തിരിച്ചു വന്നതിന് ശേഷമാണ് നമ്മുടെ കവിതയ്ക്ക് ഒരു നവചൈതന്യം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ തകഴിയും ബഷീറിൻ്റെ പ്രവാസ ജീവിതം ഒരു വളരെ വിസ്മയകരമാണ്. പ്രവാസ ജീവിതത്തെക്കുറിച്ചൊന്നും ബഷീർ അധികം എഴുതിയിട്ടില്ലെങ്കിൽ പോലും തിരിച്ചു വന്നതിന് ശേഷം ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം നാടിനെ പിടിച്ചുവയ്ക്കുന്നത്. പിന്നീട് സിലോൺ, സിംഗപ്പൂർ അങ്ങനെയുള്ള ജീവിതങ്ങളൊക്കെ തന്നെ എഴുത്തിൽ ഭയങ്കര വലുതായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സാഹിത്യകൃതികൾ, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇപ്പോൾ കഥകളെക്കുറിച്ച് അങ്ങനെ പറയാറില്ല, കവിതകളെക്കുറിച്ച് നമ്മൾ അങ്ങനെ എടുത്ത് പറയില്ല. നോവലുകളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് കൃതികളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സാധാരണ എടുത്തു പറയാറ്. പക്ഷേ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില കഥകളുണ്ട് ഈ സൗദിയുടെ ജീവിതവുമൊക്കെ ബന്ധപ്പെട്ടിട്ട്. പക്ഷേ നമ്മുടെ മലയാളിയുടെ ഒരു അസാമാന്യമായിട്ടുള്ള ഒരു കരുത്താണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ടത്. അതായത് മറ്റൊരു രാജ്യത്ത്, പ്രത്യേകിച്ചും മറ്റൊരു സംസ്കാരം വളരെ പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് വളരെ വ്യത്യസ്തമായൊരു സംസ്കാരം ഉൾക്കൊണ്ട് വന്നിട്ട് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ, പ്രവാസിയായിട്ട് ജീവിക്കുമ്പോൾ പോലും തങ്ങളുടെ സർഗാത്മകത എഴുത്തിൽ മാത്രമല്ല ഇങ്ങനെ പലതരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവർക്ക് നിലനിർത്താൻ കഴിയുന്നു, വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഇവിടെ ഇപ്പോൾ കണ്ടിട്ടുള്ള ഈ കേളിയുടെ യുവജനോത്സവം, നമ്മൾ ഇന്നലെ മലയാളിയുടെ പുതിയ ജീവിതാവസ്ഥയെ സംബന്ധിച്ചുള്ള നമ്മുടെ കൂട്ടായ്മയിൽ നടന്ന ചർച്ചയൊക്കെ തന്നെ അത്തരമൊരു അതിജീവനത്തിൻ്റെ കരുത്ത് മലയാളിയെക്കുറിച്ചുള്ള ഒരു അഭിമാനമാണ് അതിലൂടെ എനിക്ക് തോന്നുന്നത്. You wish it. We have it. City Flower Department Stores. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത, റിയാദ്, സൗദി അറേബ്യ. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, പ്രഗത്ഭരായ മലയാളി ഡോക്ടർമാർ, മിതമായ ചികിത്സാ നിരക്ക്, മികച്ച സേവനം. ഇഖാമ ബലദിയ മെഡിക്കൽ സെന്റർ, ന്യൂ സഫ മഖ പോളിക്ലിനിക്. വാർത്തകൾ, വിശകലനങ്ങൾ. സൗദി വാർത്തകൾ. ഫ്രണ്ട്സ് ഓഫ് കാലിക്കറ്റിന്റെ 12ാം വാർഷികവും ഓണം, ബക്രീദ് ആഘോഷവും ഈദ് നിലാവ് 2014 എന്ന പേരിൽ സംഘടിപ്പിച്ചു. റമാദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നോർക്ക കൺസൾട്ടന്റ് ഷിഹാബ് കൊട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. ഷാഹുൽ ഹമീദ് കാരപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. എസ് വി അർഷുൽ അഹമ്മദ് സാംസ്കാരിക പ്രഭാഷണം നടത്തി. സംഘടനയുടെ മുൻ പ്രസിഡന്റും എഴുത്തുകാരനുമായ റഫീഖ് പന്നിയങ്കരെ അനുമോദിച്ചു. ഷിഹാബ് കൊട്ടുകാട് സംഘടനയുടെ ഉപഹാരം റഫീഖിന് കൈമാറി. പരസഹായമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കോഴിക്കോട് എരഞ്ഞിക്കൽ സ്വദേശി അലി സാംബ്രി, മണക്കടവ് സ്വദേശി മൻസൂർ എന്നിവർക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്തു. മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം അഭിരമിക്കുന്ന മലയാളി സമൂഹം തങ്ങളിലേക്ക് തന്നെ ചുരുങ്ങിക്കൂടി സ്വന്തം സമൂഹത്തിനു വേണ്ടി പ്രതികരിക്കുവാനോ പ്രവർത്തിക്കുവാനോ തയ്യാറില്ലാത്ത ആരോപികളായി മാറിയിരിക്കുകയാണെന്ന് പ്രമുഖ കഥാകാരൻ അശോകൻ ചെരുവിൽ റിയാദിൽ പറഞ്ഞു. അവനവരിലേക്ക് ഒതുങ്ങുന്ന മലയാളി എന്ന വിഷയത്തിൽ കേളി സാംസ്കാരിക വേദി സംഘടിപ്പിച്ച സംവാദത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സഫ മക്ക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ദയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. നവോത്ഥാന കേരളം ബാക്കി വെച്ച സാംസ്കാരിക മൂല്യങ്ങൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞ് ആരോടും യാതൊരു കടപ്പാടുമില്ലാത്ത, ആർക്കു വേണ്ടിയും ഒന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുവാൻ തയ്യാറുള്ള നല്ല അയൽവാസികളുടെ എണ്ണം രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. റിയാദിൽ മറ്റൊരു സംഘടന കൂടി പിറന്നു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കേരള ഘടകം പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പ്രവാസി സാംസ്കാരിക വേദിയുടെ സൗദി തല പ്രഖ്യാപനം നിർവഹിച്ചു. പ്രതിവർഷം 60,000 കോടി രൂപ നാട്ടിലെത്തിക്കുകയും ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നെടുന്തൂണായി വർത്തിക്കുകയും ചെയ്യുന്ന പ്രവാസി സമൂഹത്തോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന അവഗണനയുടെ ഭാഗമാണ് പ്രവാസി കാര്യം വിദേശകാര്യ വകുപ്പിനോട് ചേർത്ത് നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഗൾഫ് മലയാളികൾ കോടീശ്വരന്മാരുടെ പ്രതീതികളാണെന്ന തെറ്റായ വിശ്വാസമാണ് നമ്മുടെ പൊതുസമൂഹത്തിനുള്ളതെന്നും
അതേസമയം സാധാരണക്കാരായ പ്രവാസികളുടെ ദുരിതങ്ങളാണ് തനിക്കിവിടെ കാണുവാൻ സാധിച്ചതെന്നും പ്രമുഖ സിനിമാ നടൻ ജഗദീഷ് റിയാദിൽ പറഞ്ഞു. ഷീഫ മലയാളി സമാജം 6ാമത് കേരളോത്സവം 2014 പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയെന്ന അദ്ദേഹം മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗങ്ങളിൽ നിന്ന് പ്രവാസി സമൂഹം പൂർണ്ണമായി വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിങ്ങളിൽ ഒരാളായി നിന്ന് എന്റെ വിനീതമായ സ്നേഹപൂർവമായ അഭ്യർത്ഥനയാണ്, ലഹരിയിൽ നിന്നും വിട്ടുനിൽക്കുക. ഭക്തിഗാനങ്ങൾ പാടി ജഗദീഷ് സദസ്സിനെ കയ്യിലെടുത്തു. പ്രമുഖ സിനിമാ പിന്നണി ഗായകൻ രമേശ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഗാനമേള നടന്നു. സാംസ്കാരിക സമ്മേളനം നാസർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്ന കൊച്ചിൻ കൂട്ടായ്മ റിയാദ് റമാദ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സുഹാനി രാത്ത് സംഗീത നിശ ശ്രദ്ധേയമായി. പ്രമുഖ ഗായകരായ അബ്ദുൽ ഹഖ് ജിദ്ദ, പാകിസ്ഥാനി ഗായകൻ നദീം, റഹീം മംഗലാപുരം, യുപിയിലെ പ്രമുഖ ഗായിക ഗായത്രി, ജലീൽ കൊച്ചിൻ, ഷിനാദ് കൊച്ചിൻ എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു. മുഹമ്മദ് റഫി, കിഷോർ കുമാർ, മുകേഷ്, ലതാ മങ്കേഷ്കർ എന്നിവർ പാടി ഹിറ്റാക്കിയ പ്രശസ്ത ഗാനങ്ങളാണ് ഗായകർ തെരഞ്ഞെടുത്തത്. 4 നാളുകൾ നീണ്ടുനിന്ന 6ാമത് കേളി യുവജനോത്സവത്തിന് സമാപനമായി. റിയാദ് പ്രവിശ്യയിലെ 16 ഇന്റർനാഷണൽ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ 42 കലാസാഹിത്യങ്ങളിൽ സർഗശേഷി മാറ്റുരച്ച കലോത്സവത്തിൽ 286 പോയിന്റ് നേടിയ റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. 121 പോയിന്റുമായി യാര ഇന്റർനാഷണൽ സ്കൂൾ 2ാം സ്ഥാനവും 100 പോയിന്റോടെ മോഡേൺ ഇന്റർനാഷണൽ സ്കൂൾ 3ാം സ്ഥാനവും നേടി. റിയാദ് അൽ ഹൈറിലെ അൽ ഉവൈദ കോമ്പൗണ്ടിൽ ഒരുക്കിയ ചടങ്ങിൽ 5 പവന്റെ കേളി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എവർ റോളിംഗ് ട്രോഫി പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ റിയാദ് ഇന്റർനാഷണൽ സ്കൂൾ പ്രതിനിധി പത്മിനി ഉണ്ണിക്ക് കൈമാറി. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ റിയാദ് അൽഖോബാർ ശാഖകൾ 3 മാസമായി നടന്നുവന്ന ഡ്രീം ഡ്രൈവ് പ്രൊമോഷൻ മെഗാ സമ്മാന വിജയികളെ പ്രഖ്യാപിച്ചു. റിയാദ്, മുറബ, ബഥ, അൽഖോബാർ ശാഖകളിൽ നടന്ന നറുക്കെടുപ്പിലൂടെയാണ് 5 BMW 520 i സീരീസ് 2015 മോഡൽ കാർ ജേതാക്കളെയും 100 സാംസങ് ഉൽപ്പന്നങ്ങൾക്ക് അർഹത നേടിയവരെയും തെരഞ്ഞെടുത്തത്. റിയാദിൽ ഖാസിഫ് സുബൈർ സിദ്ദീഖ്, സയ്യിദ് സുഹൈൽ അക്തർ, പൃഥ്വിരാജൻ എന്നിവരും, അൽഖോബാറിൽ റിയാദ് മുഹമ്മദ്, അഹമ്മദ് മൗദ് അൽ ഷെരീഫി എന്നിവരും വിജയികളായി. 100 ദിവസം നീണ്ടുനിന്ന ഡ്രീം ഡ്രൈവ് പ്രൊമോഷൻ കാലയളവിൽ വിവിധ രാജ്യക്കാരായ 30 ലക്ഷം ഉപഭോക്താക്കളാണ് കൂപ്പൺ മത്സരത്തിൽ പങ്കാളികളായത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ കൂട്ടായ്മ മലയാളി ബിസിനസ് അസോസിയേഷൻ MBA റിയാദിൽ രൂപീകരിച്ചു. സംഘടനയുടെ പ്രഥമ യോഗം റമാദ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. നാസർ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് മുണ്ടോടൻ, നസീർ, അറ്റ്ലസ് മൊയ്തു, മജീദ് ചീങ്കോലി, നാസർ നാഷ്കോ, റഹീം വടകര, സജ്ജീദ് അക്ബർ ട്രാവൽസ്, റാഷിദ് ഖാൻ, റഫീഖ് പന്നിയങ്കര, സനീഷ് ജോയ ലൂക്കാസ്, ആസർ LIC, റാഫി പാങ്ങോട്, CP മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. സൗദിയിലെയും നാട്ടിലെയും പുതിയ ബിസിനസ് സാധ്യതകൾ പഠിക്കുന്നതിനും ബിസിനസ് രംഗത്തെ പുതിയ പ്രവണതകളും നിയമങ്ങളും പരസ്പരം പങ്കുവെക്കുന്നതിനും വിവിധ സംഘടനകളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ബിസിനസ് സമൂഹത്തിനുണ്ടാവുന്ന എതിർപ്പുകൾ നേരിടുന്നതിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. റിയാദിലെ ആദ്യ NLP ബാച്ച് പുറത്തിറങ്ങി. മൈൻസ് ഐ കൺസൾട്ടൻസി ഇന്റർനാഷണൽ നടത്തിയ 4 ദിവസം നീണ്ടുനിന്ന പരിശീലന കളരിയിൽ റിയാദിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന 35ഓളം പേർ പങ്കാളികളായി. പ്രവാസി സമൂഹത്തിലെ നിർധനരായ തൊഴിൽ സമൂഹത്തിനായി തങ്ങളുടെ NLP പരിജ്ഞാനം ഉപയോഗപ്പെടുത്തുമെന്നും സത്യസന്ധമായും ശാസ്ത്രീയമായും പ്രശ്നങ്ങളെ സമീപിക്കുമെന്നും NLP സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയവർ ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു. Every moment in life makes a moment of smile. Cherish your moments of every smile. Always switch on the smile. Always Fast Track, not just electronics, Smiletronics. ABC കാർഗോയിലൂടെ പാഴ്സലുകൾ അയക്കൂ, ഗോൾഡ് കോയിൻ സമ്മാനമായി നേടൂ. ഇനി ഇന്ത്യയിൽ എവിടെയും വേഗത്തിലും സുരക്ഷിതമായും നിങ്ങളുടെ പാഴ്സലുകൾ എത്തിക്കൂ, നിരവധി സമ്മാനങ്ങളും നേടൂ. നമ്പർ 1 in KSA, ABC Cargo, Head Office Riyadh, Branches Jeddah, Dammam, Al-Khobar, Jubail, Buraida, Mecca, Lulu Hypermarket and Nesto Hyper. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ സഹകരണത്തോടെ ഫ്രണ്ട്സ് ക്രിയേഷൻ സംഘടിപ്പിച്ച സൗദി ദേശീയ ദിനാഘോഷ പരിപാടിയിലൂടെ ഒരുത്തിനോട്ടം. ദൂരെയാണു കേരളം, പോയി വരാമോ പ്രേമദൂതുമായി, തെന്നലേ പോയി വരാമോ. ദൂരെയാണു കേരളം, പോയി വരാമോ പ്രേമദൂതുമായി.
എന്റെ അങ്കണത്തിൽ മാത്രം കണ്ണോ നീർക്കണം കാണാം. ദൂരെയാണു കേരളം പോയി വരാമോ പ്രേമദൂതുമായി തിന്നരേ പോയി വരാമോ. മാബലിയെ വരവേൽക്കും നാടു കാണാം. പ്രാണപ്രിയ എന്നെ കാത്തിരിക്കും വീടു കാണാം. മാബലിയെ വരവേൽക്കും നാടു കാണാം. പ്രാണപ്രിയ എന്നെ കാത്തിരിക്കും വീടു കാണാം. വീടു പോറ്റാൻ നാടു വിട്ട നാഥനെയോർക്കെ കണ്ണീർ വീണപ്പോ കവിളുമായ കാന്തയെ കാണാം. കാന്തയെ കാണാം. അമ്മനെ അമ്മനെ അമനൽ അമ്മാനെ അമനൽ അമാനമാ ലഷനിൽ ഖൈറാഹേ ലഗ്ബൈബു ഗായിബു വന്നി ദാരക്നിൽ ഹാലി വശവാഗി അഗ്ലാ മിന്നി മിൻ ദമാലി ഗാലി ഹിയ മിനി ശൈകും മിന്നി വൈരി യഖ്ഫാലി بسحر وحدي يغدشو واللي بده علوم يلوم. بسحر وحدي يغدشو واللي بده علوم يلوم. غمري لا غشتا مهروم روحي رضياني. മയിൽപ്പീലി റിയാലിറ്റി ഷോ ദമാമിൽ നിന്നുള്ള സീനിയർ വിഭാഗം തുടരുന്നു. മയിൽപ്പീലി റിയാലിറ്റി ഷോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഫാസ്റ്റ് ട്രാക്ക് ഇലക്ട്രോണിക്സ്. റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി ത്വയ്ബാ പതിഞ്ചിരേ തൗഹീദുലിലാഹി പതിഞ്ചിരേ തൗഹീദുലിലാഹി അർശിൽ കുർസിയും അധിപതി ഉടയുണ്ട് ഹസനത്തും ഉലകത്തിലുടച്ചതുവേ. അർശിൽ കുർസിയും അധിപതി ഉടയുണ്ട് ഹസനത്തും ഉലകത്തിലുടച്ചതുവേ. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി.
രാജാധിരാജനിൽ മുനാജാത്ത് നടത്തിയോരെ തഹിയത്തിലേകിയുള്ള തിരുദൂതരെ രാജാധിരാജനിൽ മുനാജാത്ത് നടത്തിയോരെ തഹിയത്തിലേകിയുള്ള തിരുദൂതരെ ഫാത്തിഹയിൽ തുടങ്ങി മുഅവ്വദത്തൈനി വരെ ഖുർആനെ കൊണ്ടുവന്ന മഹ്മൂദരെ ഫാത്തിഹയിൽ തുടങ്ങി മുഅവ്വദത്തൈനി വരെ ഖുർആനെ കൊണ്ടുവന്ന മഹ്മൂദരെ റഹ്മത്തും ബർക്കത്തും നിഅമത്തും ഹിദായത്തും ശുജാഅത്തും കനിഞ്ഞുള്ള ഗുരുദൂതരെ റഹ്മത്തും ബർക്കത്തും നിഅമത്തും ഹിദായത്തും ശുജാഅത്തും കനിഞ്ഞുള്ള ഗുരുദൂതരെ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ നാളെയാ മഹ്ശറയിൽ ശഫാഅത്ത് അരുളുവോരെ റഫീഖുൽ അഹ്ൽ കണ്ട മുബശിറരെ നാളെയാ മഹ്ശറയിൽ ശഫാഅത്ത് അരുളുവോരെ റഫീഖുൽ അഹ്ൽ കണ്ട മുബശിറരെ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വയ്ബാ പതിഞ്ചിവേ തൗഹീദൊളി നീലാവേ ത്വയ്ബാ പതിഞ്ചിവേ തൗഹീദൊളി നീലാവേ അർശിലും കുർശിലും അധിപതി ഉടയുണ്ട് ഹസനത്തും ഉലകത്തിലുളത്തതുവേ അർശിലും കുർശിലും അധിപതി ഉടയുണ്ട് ഹസനത്തും ഉലകത്തിലുളത്തതുവേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ ഞാൻ യാത്ര ചോദിക്കുന്നു. മസ്ലാമ.